ലച്ചൂസ് എഡ്യൂ ടിപ്സ്. PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് PSCയുടെ ഇപ്പം മെയിൻസ് എക്സാമിനേഷൻ്റെയൊക്കെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഇപ്പോൾ +2 ലെവൽ ആവട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ആകട്ടെ, അതിൻ്റെ ഏത് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓഷൻ ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ് എന്ന ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്ക് കാണാൻ കഴിയും. ഓഷൻസ് ആൻഡ് വേരിയസ് മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ക്ലാസ് ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഓഷൻ അല്ലെങ്കിൽ സമുദ്രം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മഹാസമുദ്രങ്ങൾ, അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സമുദ്രത്തിൻ്റെ ഊഷ്മാവിനെ കുറിച്ചാണ്. നിങ്ങൾ ഓർക്കും ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുമോയെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പില്ല. എനിവേ എന്താണെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും, പ്രസ്താവന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റിയ ഏരിയയാണിത്. അതിനിടയിൽ ആദ്യത്തെ ക്ലാസ്സിനിടയിൽ ആരോ ഒക്കെ ഇട്ടിരിക്കുന്നു നോട്ട്സ് തരാൻ പറ്റുമെന്ന്. ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ട്സ് തരുന്നത്? എനിക്കിപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ ഇതെല്ലാം പറയുന്ന ഓരോ സെൻറ്റൻസും പോയിന്റ്സ് ആണ്. അത് മുഴുവനും ബോർഡിലേക്ക് എഴുതാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എനിക്ക് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നോട്ട്സ് തരിക എന്ന് പറയുന്നത് ഇപ്പം എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പകരം നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾക്ക് തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം പറയുന്ന അത്രയും പോയിന്റ്സ് ആണ്. അല്ലാതെ ക്ലാസ്സിനിടയിൽ ഞാനൊരു അനാവശ്യ സംഭാഷണം ഒന്നും നടത്താറില്ല. ക്ലാസ് എടുത്തു പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ ജോഗ്രഫിയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, അത് സമുദ്രവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, അത് വായിക്കുക. അതുപോലെ തന്നെ NCERT 12th സ്റ്റാൻഡേർഡിൻ്റെ പുസ്തകത്തിനകത്തും ജോഗ്രഫി പുസ്തകത്തിലും കിടപ്പുണ്ട്, അതിനകത്തും ഈ പാർട്ട് കിടപ്പുണ്ട്. അതും വായിച്ച് നോക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ക്ലാസ് കേട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. അങ്ങനെ ചെയ്യുക. അല്ലാതെ എന്നെക്കൊണ്ട് ഇപ്പം നോട്ട്സ് തരിക എന്ന് പറയുന്നത് നടക്കുന്നൊരു കാര്യമല്ല കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞു പോകുന്ന എല്ലാം പോയിന്റ്സ് ആണ്, മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോലും എഴുതിയിടുന്നത്. അപ്പോൾ സമുദ്രത്തിൻ്റെ ഊഷ്മാവ് എന്നതിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം സൗരോർജം അല്ലേ, സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സമുദ്രത്തെ ചൂട് പിടിപ്പിക്കുന്നു. അതുപോലെ തന്നെ സൗരോർജത്താൽ കരയും ചൂട് പിടിക്കുന്നു. നമുക്കറിയാവുന്നൊരു വസ്തുതയുണ്ട്, കരയേക്കാൾ വളരെ സാവധാനത്തിലാണ് സമുദ്രം ചൂട് പിടിക്കുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന തണുക്കുന്നതും അല്ലേ. അപ്പം സൗരോർജമാണ് നമ്മുടെ കരയെയും അതുപോലെ തന്നെ കടലിനെയും ചൂട് പിടിപ്പിക്കുന്നുണ്ട്. കരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമുദ്രം വളരെ സാവധാനത്തിലാണ് ചൂട് പിടിക്കുന്നതും അതുപോലെ തന്നെ തണുക്കുന്നതും. സമുദ്ര ഊഷ്മാവിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂമധ്യരേഖയിൽ നിന്നുള്ള അകലം, കരയുടെയും ജലത്തിൻ്റെയും തുല്യമല്ലാത്ത വിതരണം, കാറ്റ്, സമുദ്രജല പ്രവാഹങ്ങൾ, സമുദ്രോഷ്മാവിൻ്റെ വിതരണം, കരയുടെ സ്വാധീനം, ലവണത്വം, മഞ്ഞുമലകൾ എന്നിവ. അപ്പോൾ അവിടെ പ്രസ്താവനയായിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത് അല്ലെങ്കിൽ തെറ്റേത് എന്ന് വന്നിട്ട് ചോദിക്കാം. സമുദ്രത്തിൻ്റെ ഊഷ്മാവ് അല്ലെങ്കിൽ സമുദ്ര ഊഷ്മാവിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് കാറ്റ്, അല്ലെങ്കിൽ സമുദ്ര ഊഷ്മാവിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ലവണത്വം എന്നൊക്കെ പറഞ്ഞ് തരാം. അപ്പോൾ ഈ 8 ഘടകങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് ഇത്രയും സമുദ്ര ഊഷ്മാവിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ നമുക്കറിയാവുന്നതാണ് ഭൂമധ്യരേഖയിൽ നിന്നുള്ള അകലം അല്ലേ. ഭൂമധ്യരേഖ പ്രദേശത്ത് എന്തായിരിക്കും? ഊഷ്മാവ് വളരെ കൂടുതലായിരിക്കും. ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്തോറും, ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ഊഷ്മാവിൽ കുറവ് സംഭവിക്കുന്നു അല്ലെങ്കിൽ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അക്ഷാംശീയ വ്യതിയാനങ്ങൾക്കനുസരിച്ച് സമുദ്രജലത്തിന്റെ താപനിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഭൂമധ്യരേഖയിലാണ് ഏറ്റവും കൂടുതൽ. അതായത് ഭൂമധ്യരേഖ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭൂമധ്യരേഖയാണ്. ഏതാണ്ട് 10 ഡിഗ്രി വരെയുള്ള ഈ പ്രദേശത്ത് എന്തായിരിക്കും? സമുദ്രത്തിൻ്റെ താപനില ഊഷ്മാവ് കൂടുതലായിരിക്കും. ഇവിടെ ശരാശരി 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ശരാശരി താപനില എന്ന് പറയുന്നത്. ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്തോറും ഊഷ്മാവിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും, കുറവ് വന്നുകൊണ്ടിരിക്കും. അതായത് സൗരോർജത്തിൻ്റെ എന്താ പറയുന്നത് ഏറ്റക്കുറച്ചിലുകളാണ് ഇവിടെ എന്തുണ്ടാകാൻ കാരണം? സമുദ്ര ഊഷ്മാവിൽ കൂടുതൽ ഭൂമധ്യരേഖ പ്രദേശത്ത് വർധനമുണ്ടാവാനായിട്ട് കാരണം ധ്രുവപ്രദേശങ്ങളിൽ ഊഷ്മാവ് കുറയാനുള്ള കാരണവും സൗരോർജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് കരയുടെയും ജലത്തിൻ്റെയും തുല്യമല്ലാത്ത വിതരണം. ഉത്തരാർദ്ധഗോളത്തിലെ സമുദ്രങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിലെ സമുദ്രത്തിലെ ജലത്തേക്കാൾ വേഗം ചൂട് പിടിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇത് ഉത്തരാർദ്ധഗോളമാണ്, ഭൂമധ്യരേഖയാണ്, ദക്ഷിണാർദ്ധഗോളമാണ് അല്ലേ. അപ്പം ഈ ഉത്തരാർദ്ധഗോളത്തിലെ സമുദ്രങ്ങളിലെ ജലം എന്ത് ചെയ്യുന്നുണ്ട്?
ദക്ഷിണാർദ്ധഗോളത്തിലെ സമുദ്രങ്ങളിലെ ജലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ചൂട് പിടിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിലെ സമുദ്രങ്ങൾ കരയുമായി കൂടുതൽ സമ്പർക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തിലെ സമുദ്രത്തിലെ ജലം ദക്ഷിണാർദ്ധഗോളത്തിലെ സമുദ്രത്തിലെ ജലത്തേക്കാൾ കൂടുതൽ ചൂട് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കരയുടെയും ജലത്തിന്റെയും തുല്യമല്ലാത്ത വിതരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കാറ്റാണ്. സമുദ്രജലത്തിന്റെ താപ വ്യതിയാനത്തിന് കാറ്റ് കാരണമാകുന്നുണ്ട്. അതായത് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുമ്പോൾ കടൽ തീരത്തുള്ള ചൂട് പിടിച്ച ജലം എന്ത് ചെയ്യുന്നു? ദൂരേക്ക് അകറ്റപ്പെടുകയും താഴെ നിന്ന് തണുത്ത ജലം പൊന്തി വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുമ്പോൾ ചൂടുള്ള ജലം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ താപവ്യതിയാനം ഉണ്ടാകുന്നു. അപ്പം ഈ സമുദ്രജലത്തിന്റെ താപവ്യതിയാനത്തിന് കരക്കാറ്റും കടൽക്കാറ്റും കാരണമാകുന്നുണ്ട്. അടുത്തതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രജല പ്രവാഹങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സമുദ്രജല പ്രവാഹങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് പറയുന്നത്, വാം കറന്റും കോൾഡ് കറന്റും. അതായത് ഉഷ്ണമേഖല പ്രവാഹമുണ്ട്, ശീതപ്രവാഹമുണ്ട്. ശീതജലപ്രവാഹവും ഉഷ്ണജലപ്രവാഹവും എന്നിങ്ങനെ രണ്ടായിട്ടാണ് സാധാരണ തിരിച്ചിരിക്കുന്നത്. വേറെ രണ്ട് ഡിവിഷനും കൂടിയുണ്ട്, അത് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം പിന്നെ സമുദ്ര ഊഷ്മാവിന്റെ വിതരണമാണ് അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത്. കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രം ഉഷ്ണകാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു, ശൈത്യകാലത്ത് കുറഞ്ഞ ചൂടും അനുഭവപ്പെടുന്നു. അതുപോലെ ഒന്നാണ് ലവണത്വം. അതായത് ഉപ്പിന്റെ അനുപാതം കൂടുന്നതിനനുസരിച്ച് സമുദ്രജലം കൂടുതൽ ചൂടിനെ ആഗിരണം ചെയ്യുന്നുണ്ട്. അടുത്തതാണ് മഞ്ഞുമലകൾ. നമുക്കറിയാം മഞ്ഞുമലകൾ എന്ത് ചെയ്യുന്നുണ്ട്? സമുദ്രത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ സമുദ്രോപരിതലത്തിൽ മഞ്ഞിങ്ങനെ പൊങ്ങിക്കിടന്ന് പോകുന്നത് കാണാം. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഈ മഞ്ഞുമലകൾ ഉരുകിച്ചേർന്ന് എങ്ങോട്ട് വരുന്നു? സമുദ്രജലത്തിലേക്ക് വരുന്നതിനനുസരിച്ച് സമുദ്രത്തിന്റെ ലവണത്വത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സമുദ്രത്തിന്റെ ഊഷ്മാവിന്റെ വിതരണം, സമുദ്ര ഊഷ്മാവിന്റെ വിതരണത്തെ ഇത് എല്ലാം ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റ് അറിയാതെ എഴുതിയിട്ടാണ് കേട്ടോ. അപ്പം സമുദ്ര ഊഷ്മാവിന്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പഠിച്ച ഈ ഭൂമധ്യരേഖയിൽ നിന്നുള്ള അകലം, അതുപോലെ തന്നെ കരയുടെയും ജലത്തിൻ്റെയും തുല്യമല്ലാത്ത വിതരണം, കാറ്റ്, സമുദ്രജല പ്രവാഹങ്ങൾ, കരയുടെ സ്വാധീനം, ലവണത്വം, മഞ്ഞുമലകൾ എന്നിങ്ങനെയുള്ള ഈ ഘടകങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് സമുദ്രജല പ്രവാഹങ്ങളാണ്. ഈ സമുദ്രജല പ്രവാഹങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താം. പിന്നെ ചിലപ്പം നമുക്കിങ്ങനെ എന്താ പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇതൊരു എക്സാം സീസണാണ്. എൻ്റെ കുട്ടിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, അവനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ക്ലാസ് മാത്രമല്ല വേറെ കുറച്ച് ആക്ടിവിറ്റിയും കൂടി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്ലാസ് ചിലപ്പോൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് കഴിഞ്ഞു എന്ന് വരത്തില്ല. എങ്കിലും എന്നെക്കൊണ്ട് ആകുന്നത് പോലെ ഞാൻ ചെയ്തു തരാം. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസ് എഡ്യൂടിപ്സിൽ ഈ ജിയോഗ്രഫിയുടെ നോട്ട്സ് എഴുതുന്നതിന് വേണ്ടി മാത്രമായിട്ടൊരു ബുക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് കിട്ടുന്ന പോയിന്റ്സ് എല്ലാം ശേഖരിച്ച് എഴുതാനായിട്ട് നോക്കുക. മാക്സിമം ക്ലാസ്സുകൾ തരാനായിട്ട് ശ്രമിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നാളെ ക്ലാസ് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. അഥവാ ഈ ജിയോഗ്രഫിയുടെ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6:30 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സമുദ്രജല പ്രവാഹങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്.